ഇതെന്തത് ചന്തയോ? ഇന്നത്തെ അസംബ്ലിയിൽ ഒരു പ്രതിജ്ഞ ചൊല്ലിയിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എന്തിന്റെ പ്രതിജ്ഞയായിരുന്നു രാജേഷേ? ലഹരി വിരുദ്ധ ദിനത്തിന്റെ. ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രതിജ്ഞയായിരുന്നു അല്ലേ? എല്ലാ വർഷവും ജൂൺ 26-നെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സന്തോഷവും ഉന്മേഷമുള്ളവരായിട്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടായിരിക്കും? അറിയില്ല ടീച്ചർ. പോസിറ്റീവായ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നത് തലച്ചോറിലുള്ള 4 നാഡീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനമാണ്. ഡോപാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ. ലഹരിയുടെ ഒരു ക്ലാസ് കാണാം. ഇവയെ ഫീൽ ഗുഡ് ഹോർമോണുകൾ എന്നുകൂടി വിളിക്കുന്നു. പുതിയതായി എന്തെങ്കിലുമെല്ലാം ചെയ്യുമ്പോൾ, സംഗീതം കേൾക്കുമ്പോൾ, ചെറിയ ജോലികൾ ഒന്നൊന്നായി ക്രമപ്പെടുത്തി അവ ഓരോന്നും പൂർത്തിയാക്കുമ്പോൾ, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ, വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോഴെല്ലാം തലച്ചോറിലെ ഡോപാമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ അളവ് കൂടുന്നു. ഇളം സൂര്യപ്രകാശം കൊള്ളുമ്പോൾ, ഓടുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രകൃതിയോട് കൂടെ ആയിരിക്കുമ്പോൾ, നീന്തുമ്പോൾ, സൈക്കിൾ ചവിട്ടുമ്പോഴെല്ലാം സെറോട്ടോണിന്റെ അളവ് തലച്ചോറിൽ കൂടുന്നു. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുമ്പോൾ, അരുമകളായ മൃഗങ്ങളുമായി കളിക്കുമ്പോൾ, ആലിംഗനം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, കുടുംബവുമായി സമയം ചെലവഴിക്കുമ്പോഴെല്ലാം ന്യൂറോ ട്രാൻസ്മിറ്റർ ഓക്സിറ്റോസിന്റെ അളവ് കൂടുന്നു. സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ, കുളിക്കുമ്പോഴെല്ലാം എൻഡോർഫിന്റെ അളവ് നമ്മുടെ തലച്ചോറിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തികളിൽ ഈ 4 നാഡീയ പ്രേഷകത്തിലെ ആനന്ദത്തിന്റെയും ഉന്മാദത്തിന്റേതുമായ വികാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഡോപാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുടെ ഉൽപാദനത്തെ സാരമായി ബാധിക്കുകയും അതിന്റെ പ്രതിഫലനമായി അവയുടെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. ഡോപാമിൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക ടീച്ചർ? ഡോപാമിൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക പറഞ്ഞു തരാം. ഡോപാമിന്റെ അളവ് ഉൽപാദനം കുറഞ്ഞാൽ അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ലഹരി ഉപയോഗിക്കുമ്പോൾ ഉന്മേഷവും ഉന്മാദവുമെല്ലാം ശരീരത്തിൽ വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുമെങ്കിലും പതിയെ പതിയെ സ്വാഭാവിക ഡോപാമിന്റെ ഉൽപാദനം ഉണ്ടാകാതിരിക്കുകയും ലഹരി ഉപയോഗിക്കാതെ സന്തോഷവും ഉന്മേഷവും ലഭിക്കാതെ വരികയും ചെയ്യുന്നു. തലച്ചോറിൽ നിന്ന് വിവിധ അവയവങ്ങളിലേക്കും തിരിച്ചും സന്ദേശങ്ങൾ കൃത്യമായി കൈമാറുമ്പോൾ മാത്രമാണ് ശരീരത്തിന്റെ പ്രവർത്തനം സാധാരണ രീതിയിൽ നടക്കുന്നത്. ഡോപാമിന്റെ കുറവ് മൂലം ഈ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും തലച്ചോറിന്റെയും വിവിധ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലഹരി നമുക്ക് ഉപേക്ഷിക്കാം. ലഹരി വിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കാം. അതിന് പോരാടേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളും കൂടില്ലേ? ലഹരി ഉപേക്ഷിക്കുകയല്ലേ നമ്മള്? ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കില്ലേ? നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ലഹരി എവിടെ നിന്നും തുരത്താം. അപ്പൊ ടീച്ചർ പറഞ്ഞതായിട്ടില്ലേ, രണ്ടുപേരും നല്ല കുട്ടികളായി ലഹരിയൊന്നും ഉപയോഗിക്കാതെ വളരണം കേട്ടോ.